കാലം മാറി കഥ മാറി. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തെ കുട്ടനാട്ടിലെ കർഷകർ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തു തുടങ്ങി. വിത്തെറിയാനും വളമിടാനും ഒക്കെ പാടശേഖരങ്ങൾക്ക് മേൽ ട്രോളുകളാണ് ഇപ്പോൾ പാറിപ്പറക്കുന്നത്. പുളുങ്ങുന്ന കൃഷിഭവൻ പരിധിയിലെ ആലപ്പാത്തടി മാടാമ്പക്ക പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. വളമിടാനും കളനാശിനികൾ പ്രയോഗിക്കാനും കുട്ടനാട്ടിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് പുറമെയാണ് വിതയ്ക്കായും കർഷകർ ഡ്രോണുകളെ ആശ്രയിച്ചു തുടങ്ങിയത്. കുട്ടനാട്ടിൽ കഴിഞ്ഞ സീസണിൽ ഡ്രോൺ ഉപയോഗിച്ച് വിതച്ച ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ ചെമ്പടി ചക്കങ്കരി പാടശേഖരം കൊയ്ത്തിന് പാകമായി. ഇത്തവണത്തെ പുഞ്ചകൃഷിക്ക് പുളിങ്ങുന്ന് കൃഷിഭവൻ പരിധിയിലെ ആലപ്പാത്തടി മാടാമ്പാക്ക പാടശേഖരത്തിലാണ് കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം ഡ്രോണുകൾ എത്തിച്ചത്. 65 ഏക്കറുള്ള പാടശേഖരത്തിൽ 25ഓളം ഏക്കറിൽ ഡ്രോൺ ഉപയോഗിച്ചാണ് വിത. പുത്തൻ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ ജയലക്ഷ്മി പറയുന്നു. കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കർഷകരെ ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചുള്ള വിത്ത് വിത പരിചയപ്പെടുത്തുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ന് ഈ പാടശേഖരത്തിൽ എത്തിയിട്ടുള്ളത്. യന്ത്രവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം പുത്തൻ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമുക്ക് കൃഷി ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും വളരെ നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ടാകുക എന്നുള്ള ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ പല പാടശേഖരങ്ങളും നമ്മളിത് പരീക്ഷിക്കുകയാണ്. കുട്ടനാടിലും നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആലപ്പാത്തടി മാടാമ്പാക്ക പാടശേഖരത്തിലെ കർഷകനാണ് സോജൻ വർഗീസ്. കാർഷിക രംഗത്തെ പുതുമകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുള്ള സോജന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഡ്രോൺ എത്തിച്ചത്. കഴിഞ്ഞ 14 വർഷമായി ഡ്രം സീഡർ ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കുന്ന ഇദ്ദേഹത്തിന്റെ പാടത്ത് ഇത്തവണ 3 തരത്തിലാണ് പരീക്ഷണം. ഞാൻ പരീക്ഷണത്തിലൂടെ വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഡ്രം സീഡർ കൊണ്ടാണ് ഞാൻ 14 വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. 50 ഏക്കറോളം ഞാൻ ഡ്രം സീഡർ കൊണ്ടാണ് 12 കിലോ കൊണ്ടാണ് ഞാൻ വിതച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ഒരു പുതിയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ കൊണ്ട് ഇവർ പറഞ്ഞ് നമ്മുടെ കുമരകം KVK പറഞ്ഞ് 30 കിലോയാണ് വീടെന്ന് പറഞ്ഞു ഒരു ഏക്കർ. ഞാൻ പറഞ്ഞു ഈ 30 കിലോ വേണ്ട 20 കിലോ എനിക്ക് വിതച്ചു തന്നാൽ മതി. 20 കിലോയാണ് എൻ്റെ ഈ 2.5 ഏക്കറിനകത്ത് ഒരു ഏക്കറിൽ 20 കിലോ വെച്ചാണ് ഞാൻ വിതച്ചിരിക്കുന്നത്. 50 കിലോ വിത്താണ് 2.5 ഏക്കർ ഞാൻ വിതച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ 3 രീതിയിലാണ് ഇത്തവണ കൃഷി ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഈ ഡ്രോൺ കൊണ്ടുള്ള വിത, ഒന്ന് മറ്റത് ഡ്രം സീഡർ, ഒന്ന് കൈകൊണ്ട്. ഇതിന്റെ 3ന്റെയും കൂടെ വ്യത്യാസം നമുക്കൊന്ന് വിലയിരുത്തിയിട്ട് ഏതാ ഉചിതം അത് സെലക്ട് ചെയ്യാനുള്ള പ്ലാനാണ്. 10 കിലോ വിത്ത് വഹിക്കാൻ ശേഷിയുള്ളതാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ഡ്രോണുകൾ. ഒരേക്കർ പാടം കൈകൊണ്ട് വിതയ്ക്കാൻ 2 മണിക്കൂറിലധികം വേണ്ടിടത്ത് ഡ്രോൺ ഉപയോഗിച്ചാൽ വേണ്ടത് 6 മുതൽ 8 മിനിറ്റ് വരെ. വിത്ത് നിറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്താൽ പരമാവധി 20 മിനിറ്റ് സമയം. ഒരേക്കറിന് 20 കിലോ മുതൽ 30 കിലോ വരെ വിത്ത് മതിയാകും. നിരയായി വിതയ്ക്കാമെന്ന് മാത്രമല്ല, ചവിട്ടേറ്റ് വിത്ത് താഴുന്നതും പുളി ഇളകുന്നതും ഒഴിവാക്കാമെന്ന മെച്ചവുമുണ്ട്. ചെലവാകട്ടെ നേർപകുതിയും. ഡ്രോൺ ഉപയോഗിച്ചുള്ള വിതയ്ക്ക് ഒരേക്കറിന് 500 രൂപയാണ് കൂലി. ഉമ, പൗർണമി വിത്തുകളാണ് ഈ പാടശേഖരത്തിൽ വിതയ്ക്കുന്നത്. ഡോക്ടർ ജയലക്ഷ്മിക്കൊപ്പം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഡോക്ടർ ആശ വി പിള്ള, മാനുവൽ അലക്സ് എന്നിവരും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ച് വിതയ്ക്കുന്നത് ലാഭകരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നിരവധി പാടശേഖരങ്ങൾ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തെ സമീപിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു.